പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം തന്നെ ഏറ്റവും കൂടുതൽ വിഭാഗീയത CPM-നുള്ളിൽ പ്രകടമായ ഒരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ വിട്ടുനിർത്തലൊക്കെയും പാർട്ടിയും ഒരുപാട് പ്രതിസന്ധി സൃഷ്ടിച്ചതാണ്. പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തതുമാണ്. ഇപ്പോൾ ജി സുധാകരനെതിരായ ഒരു ഗൂഢ നീക്കം പല ഘട്ടങ്ങളിലും ആലപ്പുഴ ജില്ലയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ പാർട്ടിക്കുള്ളിൽ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിൽ എന്ന് തുറന്നു പറയേണ്ട ഒരവസ്ഥയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു തുറന്ന പോരിലേക്ക് ജി സുധാകരനും സജി ചെറിയാനും നാസറും AK ബാലനും എത്തുമ്പോൾ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാകും വരും ദിവസങ്ങളിൽ CPM-ൽ? ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് VS പിണറായി ഗ്രൂപ്പ് തർക്കം പാർട്ടിക്കകത്ത് എത്രമാത്രം പ്രതിസന്ധി സൃഷ്ടിച്ചോ ആ രീതിയിലല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് നമ്മളിപ്പോൾ ആലപ്പുഴയിൽ കാണുന്നത്. അന്ന് VS പിണറായി തർക്കം തുടരുന്നതും ഈ പുന്നപ്രയുടെ വീരഗാഥകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് CPM നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി കടുത്ത യുദ്ധവും നയിച്ച് VS രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ VS-ന് പകരം ജി സുധാകരൻ നേതൃത്വത്തിനെതിരെ കടുത്ത വാളോങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് ഇപ്പോൾ AK ബാലൻ്റെ വിഷയം മുൻനിർത്തിയായാലും ഈ ആലപ്പുഴയിലെ പാർട്ടിയുടെ കാര്യം പരിഗണിച്ചാണെങ്കിലും ചില മുൻകാല ചെയ്തികളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ജി സുധാകരൻ സംസാരിക്കുന്നത്. AK ബാലൻ ഇപ്പോഴും ജി സുധാകരനോട് വൈരാഗ്യം പുലർത്തുന്നു എന്ന് പറയുന്നത് എത്ര വിരോധാഭാസമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1972 നടന്ന സംഭവം SFIയുടെ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് AK ബാലനെ പരിഗണിക്കുന്നില്ല ജി സുധാകരൻ. അന്നത്തെ ആ കെറിവ് വെച്ചുകൊണ്ട് അന്നത്തെ ആ വൈരാഗ്യം വെച്ചുകൊണ്ട് AK ബാലൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതാണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് ജി സുധാകരൻ SFIയുടെ. AK ബാലൻ എന്ന് പറയുന്നത് സംസ്ഥാന സമിതിയിലേക്ക് എത്തിയിട്ടില്ല. അവിടെ വലിയ ചുമതലകൾ ഇല്ലാത്ത ജില്ലാതലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു നേതാവായി AK ബാലൻ നിൽക്കുകയാണ്. അപ്പോൾ ജി സുധാകരൻ്റെ മനസ്സിൽ AK ബാലൻ എന്ന് പറയുന്നത് ഇപ്പോഴും തൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു SFIയുടെ അനുയായി, ആ ലെവലിൽ നിന്ന് അധികം മാറിയിട്ടില്ല എന്ന് ജി സുധാകരൻ പറയുന്നു. പക്ഷേ അന്ന് ജി സുധാകരനെ കുറിച്ച് AK ബാലൻ എന്താണോ പറഞ്ഞത്, അതായത് വിഭാഗീയതയാണ് അന്ന് മാക്ബത്തിനെയും ലേഡി മാക്ബത്തിനെയും ഒക്കെ അത്തരത്തിലൊരു സംസാരമൊക്കെ അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായതാണ്. മാക്ബത്ത് എന്ന് AK ബാലൻ ജി സുധാകരനെ വിശേഷിപ്പിക്കുകയാണ്. പകരം തിരിച്ച് ജി സുധാകരൻ വെട്ടുന്നത് ലേഡി മാക്ബത്താണ് ബാലൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ യുദ്ധം അന്ന് തുടങ്ങിയതാണ്, അത് ഇപ്പോഴും തുടരുകയാണ്, വ്യക്തിപരമായ തർക്കങ്ങളിലൂടെ നിൽക്കുകയാണ്. അതാണ് AK ബാലൻ സൂചിപ്പിച്ചത്. AK ബാലന് അദ്ദേഹം മറുപടി പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യം ഇവിടെ ഏറ്റവും ശ്രദ്ധേയം നിലിമ പറഞ്ഞതുപോലെ തന്നെ പുന്നപ്ര വയലാറിന്റെ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം VS ഏത് തരത്തിലാണോ വിട്ടുനിരത്തിന്റെ വിധേയമായത് അതിന്റെ ഒരു തുടർക്കഥ എന്ന രീതിയിലേക്ക് തന്നെയാണ് ജി സുധാകരൻ വരുന്നത്. ജി സുധാകരൻ എത്രത്തോളം പാർട്ടി അവഗണിച്ചു എന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സമ്മേളന വേദികളിൽ നടക്കം അദ്ദേഹത്തിന് അപമാനം നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട പാർട്ടി നടത്തിയ പരിപാടികൾ അദ്ദേഹത്തിന് ക്ഷണിക്കാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് അവഗണന നേരിട്ട ഒരു വ്യക്തിത്വം, നിറയെ അവഗണനയാണ് ഈ അടുത്ത കാലത്ത് ജി സുധാകരന്റെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായത്. അതിലുള്ള നീരസം ഇപ്പോൾ അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ അത്തരത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു തുറന്നു പറച്ചിൽ തന്നെ രാഷ്ട്രീയ കേരളം കാതോർക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണല്ലേ? കുടുംബത്തിൽ നിന്നുകൂടിയാണ് ജി സുധാകരൻ എന്ന നേതാവ് ഉയർക്കൊണ്ടത് എന്ന വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ജി സുധാകരന് വലിയ പങ്കുണ്ട്, അത് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി കടുത്ത രീതിയിൽ സൈബർ ആക്രമണം ജി സുധാകരൻ നേരിടുകയാണ്. അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ജി സുധാകരനെ അവമതിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പാർട്ടിയിലെ ജില്ലാ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത് H സലാം MLA ആണ് എന്ന് പരോക്ഷമായി ജി സുധാകരൻ പലതവണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാത്രമാകാം പേരെടുത്ത് പറഞ്ഞ്, നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, മന്ത്രി സജി ചെറിയാന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള വിമർശനം ജി സുധാകരൻ പൊതുമധ്യത്തിൽ ഉയർത്തുന്നത് ഇന്ന് ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കാം. പക്ഷേ അതിനു മുമ്പ് എത്രയോ തവണ H സലാമിനെ പോലെയുള്ള, R നാസറിനെ പോലെയുള്ള
സജി ചെറിയാന്റെ പോലെയുള്ള നേതാക്കളുടെ അവരുടെ അനുഗ്രഹാശിസുകളോടെ ജി സുധാകരനെ അങ്ങേയറ്റം കടന്നാക്രമിക്കുന്ന ഒരു ശൈലി CPM-ന്റെ അണികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനെ തടുക്കാൻ, അതിനെ ചെറുക്കാൻ ഒരു തരത്തിലുള്ള നീക്കവും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങേയറ്റം മനോവിഷമത്തോടെ പി കൃഷ്ണപിള്ള അനുസ്മരണ വേദിയിൽ ജി സുധാകരൻ ഒറ്റയ്ക്ക് പോയി, ആരും ക്ഷണിക്കാതെ ജി സുധാകരൻ ഒറ്റയ്ക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. പുന്നപ്ര വയലാർ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനത്തിൽ പോലും ജി സുധാകരനെ ക്ഷണിക്കാനോ അദ്ദേഹത്തെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനോ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വം ശ്രമിച്ചില്ല എന്നത് കുറ്റകരമായ ഇവിടെ ജി സുധാകരന്റെ നിലപാട് പലപ്പോഴും കർക്കശമാണ്, ധാർമ്മികമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ എത്രത്തോളം ജനകീയമായിരുന്നു എന്ന് നമ്മൾ കണ്ടറിഞ്ഞതുമാണ്. ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും പൊതുസമൂഹത്തിനിടയിൽ ഒരു ജനകീയ മന്ത്രി എന്ന നിലയിൽ ഒരു പേരുറപ്പിച്ച സ്ഥാനമുറപ്പിച്ച നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ CPM നേതൃത്വത്തിൽ പലർക്കും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആ നേതൃപാടവത്തോടെ അതൃപ്തി ഉണ്ടായിരുന്നു, നീരസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജി സുധാകരനെ ഒതുക്കാനുള്ള ഒരു നീക്കം ജില്ലയിൽ CPM നേതൃത്വം നടത്തി. CPM ജില്ലാ നേതൃത്വത്തിന് CPM സംസ്ഥാന സമിതിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും ഇതിന് PB-യുടെ അടക്കം ആശീർവാദം ഉണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ജി സുധാകരനെതിരായ ഒരു പടപ്പുറപ്പാട്. ആ പടപ്പുറപ്പാടിനെ കൃത്യമായി ജി സുധാകരൻ പ്രതിരോധിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്നു. എത്രത്തോളം ഇത് പ്രതിസന്ധി സൃഷ്ടിക്കും വരും ദിവസങ്ങളിൽ CPM-ന്? പുറപ്പാടിനെ അങ്ങനെ തന്നെയാണ്, അതേ അർത്ഥത്തിൽ തന്നെയാണ് സുരേഷ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് KPCC-യുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് പാർട്ടിക്ക് അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കി. അതാണ് ഇപ്പോൾ ആലപ്പുഴയിലെ നേതാക്കൾ എടുത്തു പറയുന്ന ഒരു വസ്തുത. അങ്ങനെ പാർട്ടിയെ പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ സുധാകരൻ നയിക്കരുതായിരുന്നു. പക്ഷേ ജി സുധാകരൻ എന്ന ജനസമ്മതനായ, സത്യസന്ധനായ ആ നേതാവ് മുൻ ദേവസ്വം മന്ത്രിയാണ്. ആ കാലത്തൊക്കെ ഒരു തരത്തിലുള്ള ആരോപണവും ശബരിമല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടില്ല എന്ന് ആ സത്യം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ജി സുധാകരന് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ പാർട്ടിയെ തിരുത്തിക്കാനുള്ള ഒരു ഉപാധിയായി കണ്ടുകൊണ്ട് ജി സുധാകരന്റെ വാക്കുകളെ കണക്കിലെടുക്കേണ്ടതിന് പകരം സർക്കാരിനെ പ്രതിരോധിക്കാൻ ജി സുധാകരൻ ശ്രമിക്കുന്നു എന്നുള്ള വാദഗതിയാണ് ഔദ്യോഗിക നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള അഴിമതിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് സുധാകരൻ അടിവരയിട്ട് പറയുകയാണ്. നോക്കൂ, പൊതുമരാമത്ത് വകുപ്പ് എന്നൊക്കെ പറയുന്നത്, ദേവസ്വം എന്നൊക്കെ പറയുന്നത് ഈ മന്ത്രിമാരെ സംബന്ധിച്ച്, രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് കൈയിട്ട് വരാനുള്ള വലിയൊരു ചക്കരക്കുടമാണ്. അവിടെ ജി സുധാകരൻ എന്ന നേതാവ് വേറിട്ട് നിൽക്കുന്നത് അവിടെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച പാലങ്ങൾക്ക് പോലും, അതിന്റെ ഉദ്ഘാടനത്തിന് പോലും ജി സുധാകരനെ പങ്കെടുപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അതായത് പാർട്ടിയിൽ പൂർണ്ണമായും ജി സുധാകരനെ വെട്ടിമാറ്റിക്കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോലും സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ ശ്രമിച്ചു എന്ന് ജി സുധാകരൻ പറയുമ്പോൾ എത്രത്തോളം വലുതാണ് അദ്ദേഹത്തിന്റെ വേദന എന്നത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഈ പാർട്ടി, ആലപ്പുഴ ജില്ലാ നേതൃത്വം ഏത് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പുനർവിചിന്തനത്തിന് കൂടി